ഹായ് ഹലോ അസ്സലാമു അലൈക്കും. അപ്പോൾ എന്തൊക്കെയുണ്ട് എല്ലാവരും വിശേഷം? അപ്പോൾ എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുകയാണ്. അപ്പോൾ ഇന്നത്തെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് ഞായറാഴ്ച ആകുമ്പോൾ മക്കളെല്ലാവരും വീട്ടിലുണ്ടാവും. അപ്പോൾ എന്തെങ്കിലും സ്പെഷ്യൽ ഉണ്ടാക്കും കേട്ടോ. അപ്പോൾ ഇന്ന് നെയ്ച്ചോറും ചിക്കൻ കറിയാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ ഇന്നേ കുറച്ച് സമയം വൈകിക്കണം കേട്ടോ ചോറും കൂട്ടാനും ഉണ്ടാക്കാൻ. ഇപ്പോൾ സമയം 12:30 മണിയായിരിക്കണം. അപ്പോൾ കുറച്ച് എഡിറ്റിംഗ് ഉണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ പിന്നാലെ അങ്ങനെ നിന്നുകൊണ്ട് സമയം പോയത് അറിഞ്ഞതേ ഇല്ല. അപ്പോൾ ഇനി ചോറും കൂട്ടാനും അടിക്കാനും തുടക്കാനൊക്കെ ഉണ്ട്. അപ്പോൾ നമുക്ക് ആദ്യം ചിക്കൻ കറി ഉണ്ടാക്കിയെടുക്കാം. ഒരു 3 സവാള തൊലിയൊക്കെ കളഞ്ഞെടുത്തേക്കണം. അപ്പോൾ ഈ ചിക്കൻ കറി എല്ലാവരും മസ്റ്റായിട്ടൊന്ന് ഉണ്ടാക്കി നോക്കണം കേട്ടോ. നല്ലൊരു വെറൈറ്റി ടേസ്റ്റാണ്. അങ്ങനെ സവാളയൊക്കെ കട്ട് ചെയ്തു. അപ്പോൾ ഒരു മൺചട്ടി എടുത്ത് ഗ്യാസിന്മേൽ വെച്ചിരിക്കുന്നത്. അപ്പം അത് ചൂടായപ്പോൾ ഞാൻ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ വെളിച്ചെണ്ണ ചൂടായപ്പോൾ ഞാൻ അതിലേക്ക് ഗ്രാമ്പൂ, പട്ട, ഏലക്ക അതിട്ട് കൊടുത്തു. അത് പൊട്ടി വന്നപ്പം സവാള ഇട്ട് കൊടുത്തു. ഒരു 3 തക്കാളിയും ഇഞ്ചിയും വെളുത്തുള്ളിയും പേസ്റ്റും അതൊക്കെ ഇട്ട് കൊടുത്തുകൊണ്ട് നല്ലോണം വഴറ്റിയെടുക്കുക. അപ്പം നമുക്ക് ഈ ഉള്ളിയും തക്കാളിയൊക്കെ ഒന്ന് ചൂടാറിയിട്ട് മിക്സിൻ്റെ ജാറിലിട്ടുകൊണ്ട് ഒന്ന് അരച്ചെടുക്കണം. അങ്ങനെ അതൊക്കെ ചൂടാറാൻ മാറ്റി വെച്ചു. അപ്പം നമുക്ക് ഈ ചൂടായ ചട്ടിക്ക് 1/2 സ്പൂണ് മഞ്ഞൾപ്പൊടി, ഒരു 3 സ്പൂണ് മുളകും പൊടി, ഒരു 4 സ്പൂണ് മല്ലിപ്പൊടി. അപ്പം മസാല പൗഡറുകളൊക്കെ അവനവൻ്റെ ഇഷ്ടത്തിന് ചേർക്കട്ടോ. പിന്നെ പെരുംജീരകത്തിൻ്റെ പൊടി, കുറച്ച് ചിക്കൻ മസാല ഇട്ട് കൊടുത്തിക്കണേ. എന്നിട്ട് അത് നമുക്ക് ഈ ചെറു ചൂടിൽ, ഈ ചട്ടി തന്നെ നല്ല ചൂടുണ്ട് കേട്ടോ. അപ്പം ഒന്ന് വറുത്തെടുക്കുക. അപ്പം നല്ല സ്മെല്ലേ കറിക്ക് ഇതിങ്ങനെ വറുത്തെടുത്തുകൊണ്ട് കറി വെച്ചാൽ. പൊടികളൊക്കെ ഇട്ട് കൊടുക്കുമ്പോഴേ മൺചട്ടി ആണെങ്കിൽ എന്തായാലും ഗ്യാസ് ഓഫ് ചെയ്തിട്ട് വേണം പൊടികൾ ഇട്ട് കൊടുക്കാൻ. അപ്പോൾ അതൊക്കെ ഒന്ന് ചൂടായിട്ട് നമുക്ക് അരച്ച് വെച്ച ഉള്ളിയും തക്കാളി ഉണ്ടല്ലോ അതേക്ക് ഒഴിച്ചു കൊടുക്കുക. പിന്നെ മിക്സിൻ്റെ ജാറൊന്ന് ചുഴറ്റിങ്ങാണ്ട് അങ്ങനെ ഒഴിച്ചു കൊടുക്കുക. പിന്നെ നമുക്ക് ആവശ്യത്തിന് കറി, നെയ്ച്ചോറൊക്കെ ആണെങ്കിൽ കുറച്ച് അത്യാവശ്യം കറി വേണമല്ലോ. അപ്പോൾ ഞാൻ അത്യാവശ്യം കറിയിലാണ് ഞാൻ ഉണ്ടാക്കുന്നത്. അപ്പം അത് വേഗോളം നിൽക്കാനൊന്നും നേരില്ല കേട്ടോ. അത് അപ്പുറത്തെ അടുപ്പത്തേക്ക് മാറ്റിക്കാണ്ട് ഇപ്പുറത്തെ അടുപ്പിൽ നമുക്ക് നെയ്ച്ചോറ് ഉണ്ടാക്കിയെടുക്കാം. അങ്ങനെ നമ്മൾ ഇപ്പുറത്ത് ഗീ റൈസ് ഉണ്ടാക്കാൻ വെള്ളമൊക്കെ ഒഴിച്ചു കൊടുത്തപ്പോൾ അതിന് ഇപ്പുറത്തെ അടുപ്പത്ത് തിളച്ചിക്കണം കേട്ടോ. അപ്പോൾ ഞാൻ ചിക്കനൊക്കെ ഇട്ട് കൊടുത്തു. കുക്കറിൽ വെള്ളം ഒഴിച്ചെടുത്തിട്ട് തിളച്ചിട്ടാട്ടോ ഞാൻ അരി ഇട്ട് കൊടുക്കുന്നത്. അപ്പോൾ അരി ഇട്ട് കൊടുത്തിട്ട് ഒറ്റ വിസിലിനെ ഓഫ് ചെയ്യാം. 1 കപ്പ് അരിക്ക് 2 കപ്പ് വെള്ളം, അങ്ങനെയാണ് ഞാൻ വെള്ളം ഒഴിച്ചു കൊടുത്തത്. അപ്പോൾ ഒറ്റ വിസിലിനെ ഓഫ് ചെയ്തിട്ട് പിന്നെ അതിൻ്റെ ആവിയൊക്കെ പോയിട്ട് നമുക്ക് തുറന്നെടുക്കാം.
അങ്ങനെ നമ്മളെ ക്ലീനിങ്ങും കുളിയും നിസ്കാരമൊക്കെ കഴിഞ്ഞ് വന്ന് പിന്നെ ഉച്ചക്ക് മക്കൾക്കൊക്കെ ഫുഡ് കൊടുക്കുന്നു. അപ്പോൾ നമ്മളെ അണ്ടിപ്പരിപ്പും മുന്തിരിയും അതേപോലെ സവാളയൊന്നും ഇടാത്ത നെയ്ച്ചോറാണ് കേട്ടോ. അപ്പോൾ ഈ ചിക്കൻ കറിയും തന്നെ എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കണ്ടേ. അപ്പോൾ പഴയ ആൾക്കാരൊരു പഴമയുടെ രുചി അറിയാലോ, അപ്പോൾ ആ ഒരു ടേസ്റ്റ് ഇതിന് വരും കേട്ടോ. അപ്പോൾ എന്തായാലും മസ്റ്റായിട്ട് എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കണ്ടേ. അപ്പോൾ നമ്മളെ വീഡിയോ കണ്ട് എല്ലാവർക്കും ഇഷ്ടമാകുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ് ചെയ്യുക. അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് കാണുക. അതേപോലെ വീഡിയോ മുഴുവനായിട്ടും സ്കിപ്പ് ചെയ്യാതെ കാണും കേട്ടോ. അപ്പോൾ ഈ വീഡിയോൻ്റെ ലാസ്റ്റ് ഇന്നലെ അതിൻ്റെയും പരിപാടി കഴിഞ്ഞിട്ടോ അംഗൻവാടിയത്തെ. അപ്പം ആ വീഡിയോൻ്റെ ചെറിയൊരു ക്ലിപ്പും കൂടി ഞാൻ അതിൽ പെടുത്തിയിരിക്കണം. അപ്പോൾ മക്കളധികം കാണിച്ചാൽ നമുക്ക് കോപ്പിറൈറ്റ് വരും. അപ്പോൾ അതുകൊണ്ട് നല്ലോണം ഒന്നും കാണിക്കാനും കഴിയൂല. സ്റ്റേജിന്മേ അന്തം വിട്ട് നിൽക്കണല്ലോ രണ്ടാൾക്കാർ കളിക്കാതെ. അതാണ് ആദ്യം ഒരാൾക്കാരും സ്റ്റേജൊക്കെ കണ്ട് ആകെ അന്തം വിട്ടിക്കണ്. അപ്പം ഇന്നത്തെ വീഡിയോ ഇവിടെ വെച്ചാണ് വൈൻഡപ്പ് ചെയ്യാണ് കേട്ടോ. അപ്പം ഇൻഷാ അല്ലാഹ് മറ്റൊരു പുതിയ വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. അസ്സലാമു അലൈക്കും.